കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ 3-ൽ തർക്കം രൂക്ഷമാകുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനായി വയനാട്ടിൽ ഷാനിമോൾ ഉസ്മാൻ, വടകര വിദ്യാ ബാലകൃഷ്ണൻ, ആലപ്പുഴ ടി സിദ്ദിഖ് എന്ന പുതിയ ഫോർമുലയിൽ നാളെ ചർച്ച നടക്കും. എന്നാൽ ടി സിദ്ദിഖിന് വയനാട് നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടി കൂടി പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് ശേഷം നാളെ പ്രഖ്യാപനമുണ്ടാകും. കേരള ഹൌസും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീടും കേന്ദ്രീകരിച്ച് ഒരു പകൽ നീണ്ട മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷവും 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനമായില്ല. ടെലിഫോൺ ചർച്ചയിൽ ഉമ്മൻചാണ്ടി വയനാട് ടി സിദ്ദിഖിന് നൽകണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. വയനാടില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന കടുംപിടുത്തത്തിലാണ് സിദ്ദിഖ്. എന്നാൽ വർഷങ്ങളായി കൈവശം വയ്ക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ഐ ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ പ്രതിസന്ധി ഒഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പുതിയ ഫോർമുലയുമായി നാളെ അന്തിമ ചർച്ച നിശ്ചയിച്ചത്. ഉമ്മൻചാണ്ടി രാവിലെ ഡൽഹിയിലെത്തും. നാളെ ചർച്ചകളുണ്ടാവും, നാളെ ഫൈനലൈസ് ചെയ്യും. ഉമ്മൻചാണ്ടി ചർച്ചകൾ പങ്കെടുക്കുന്നത് ഉമ്മൻചാണ്ടി എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കണമല്ലോ. എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ട് പ്രോത്സാഹനമല്ലോ. യൂണിലാറ്ററായിട്ട് എടുക്കുന്ന തീരുമാനമല്ല, എല്ലാവരും കലക്റ്റീവായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണത്. തർക്കപരിഹാരത്തിനായി പുതിയ ഫോർമുല ഉരുത്തിരിഞ്ഞു. ടി സിദ്ദിഖ് ആലപ്പുഴ, വിദ്യാ ബാലകൃഷ്ണൻ വടകര, ഷാനിമോൾ ഉസ്മാൻ വയനാട്, അടൂർ പ്രകാശ് ആറ്റിങ്ങൽ എന്നതാണ് ഫോർമുല. ഇതിലൂടെ സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങളും യുവ വനിതാ പ്രാതിനിധ്യവും ഉറപ്പിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എ ഗ്രൂപ്പ് അയഞ്ഞാൽ മാത്രമേ ഫോർമുല വിജയിക്കൂ. UDFന് RMP പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വടകരയിൽ സമ്മർദ്ദമുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയെ അറിയിച്ചു. വിജയസാധ്യത മാനദണ്ഡമാക്കി തുടങ്ങിയ ചർച്ചകളാണ് ഗ്രൂപ്പ് സമുദായ മാനദണ്ഡങ്ങളിൽ ഉടക്കി നിൽക്കുന്നത്. തർക്കപരിഹാരം നീളുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെടും. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. എറണാകുളത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇടഞ്ഞു നിന്ന KV തോമസ് ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തി. BJPയിലേക്ക് പോകുന്നത് തന്റെ രാഷ്ട്രീയമല്ലെന്നും കോൺഗ്രസുകാരനായി തുടരുമെന്നും തോമസ്. എറണാകുളത്ത് പ്രചാരണത്തിനിറങ്ങും. KV തോമസിന് നിർവഹിക്കാൻ നിരവധി ഉത്തരവാദിത്തങ്ങൾ വേറെയുമുണ്ടെന്ന് ഹൈക്കമാൻഡ് ദൂതൻ മുകുൾ വാസ്നിക് പറഞ്ഞു. ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖകരമായ ഒരു ദിവസമാണിത്. കാരണം എന്നോട് ആരും ഒരു ചെറിയ സിഗ്നൽ പോലും എന്നോട് പറഞ്ഞു. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ പൊട്ടിത്തെറിച്ച KV തോമസ് അല്ലായിരുന്നു ഇന്നലത്തേത് സ്വാഭാവിക വൈകാരിക പ്രകടനം. സീറ്റ് പോയത് കഴിഞ്ഞ വിഷയം. കോൺഗ്രസുകാരനായി തന്നെ തുടരും. എറണാകുളമടക്കം എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങും. മുൻകാലങ്ങളിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായി ഞാൻ പ്രവർത്തിക്കും. ഹൈക്കമാൻഡ് ദൂതന്മാരായ മുകുൾ വാസ്നിക്, അഹമ്മദ് പട്ടേൽ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് മഞ്ഞുരുകിയത്. ഹൈബി ജയിച്ചാൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം, UDF കൺവീനർ, AICC സെക്രട്ടറി പദവികളിൽ 1 എന്നീ വാഗ്ദാനങ്ങളാണ് അനുനയത്തിനായി ഹൈക്കമാൻഡ് KV തോമസിന് മുന്നിൽ വച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. We really appreciate his contribution and we look forward for his active participation in the elections which in the next few days we are going to have. KV തോമസിന്റെ സേവനം തുടർന്നും പാർട്ടിക്ക് വേണമെന്ന് മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. രാവിലെ ചെന്നിത്തല ഡൽഹിയിലെ വീട്ടിൽ കാണാനെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചായിരുന്നു പ്രതികരണം. ഇപ്പോൾ എന്തിനീ നാടകമെന്ന് ചോദ്യം. ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്ന് അയഞ്ഞ KV തോമസ് പിന്നീട് വീണ്ടും ചെന്നിത്തലയെ കണ്ടു. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. 2009 തനിയാവർത്തനമാണ് എറണാകുളം മണ്ഡലത്തിൽ ഇത്തവണയുമുണ്ടായത്. അന്നും KV തോമസും ഹൈബി ഈഡനുമായിരുന്നു കഥാപാത്രങ്ങൾ. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നപ്പോൾ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന ഹൈബിയെ ഞെട്ടിച്ച് KV തോമസ് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. 1984 മുതൽ 96 വരെ 3 തവണ എറണാകുളത്തിന്റെ MP ആയിരുന്നു KV തോമസ്. 96-ൽ ഇടതു സ്വതന്ത്രൻ സേവ്യർ അറക്കലിനോട് തോറ്റതോടെ പാർലമെന്റിലേക്കുള്ള മത്സരം അവസാനിപ്പിച്ചു. KV തോമസ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കളം മാറി. 98-ൽ മണ്ഡലം തിരിച്ചുപിടിച്ച ജോർജ് ഈഡൻ 99-ലും ജയം ആവർത്തിച്ചു. പിന്നീട് KV തോമസ് ലോക്സഭാ സീറ്റിനായി പിടിമുറുക്കുന്നത് 2009-ലാണ്. അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു. NSUI ദേശീയ പ്രസിഡന്റ്, അതിനേക്കാൾ ഉപരി മുൻ MP ജോർജ് ഈഡന്റെ മകൻ. സാധ്യതാ പട്ടികയിൽ ആദ്യ പേരുകാരനായിരുന്നു ഹൈബി. സ്ഥാനാർത്ഥിയായെന്നുറപ്പിച്ച് മാധ്യമങ്ങൾക്ക് പ്രതികരണങ്ങൾ പോലും നൽകിയെന്ന് ഹൈബി. പക്ഷേ അന്തിമ പട്ടിക വന്നപ്പോൾ ഹൈബി പുറത്തും KV തോമസ് അകത്തുമായി. എറണാകുളത്ത് നിന്നുള്ള MLA ആയിരുന്നു അന്ന് KV തോമസ്. ഇപ്പോൾ സിറ്റിംഗ് MPമാർക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയപ്പോൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച KV തോമസ് മാത്രം പുറത്തായി. എറണാകുളം MLA ആയ ഹൈബി ഈഡൻ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കാസർഗോഡ് DCCയിൽ ഉടലെടുത്ത പ്രശ്നം ഒത്തുതീർപ്പായി. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമടക്കം ഇടപെട്ടാണ് പ്രശ്നങ്ങൾ രമ്യതയിലെത്തിച്ചത്. പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് എതിർ ശബ്ദമുയർത്തിയവർ വ്യക്തമാക്കി.
ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിലും സുബ്ബയ്യ റേയ്ക്ക് സീറ്റ് നിഷേധിച്ചതിലും പ്രതിഷേധിച്ചാണ് DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ രാജിഭീഷണിയുമായി രംഗത്തെത്തിയത്. DCC പ്രസിഡന്റിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഇവരുടെ നിലപാടുമാറ്റം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെടുകയും ഞങ്ങളുടെ നേതാക്കളെയൊക്കെ ഇന്ന് വിളിച്ച് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാം, അതുകൊണ്ട് മുഴുവൻ ആളുകളും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന സുബ്ബയ്യ റേയുമായി പാർട്ടി നേതാക്കൾ ബന്ധപ്പെട്ടു. പാർട്ടിയുമായി സഹകരിച്ചു പോകണമെന്ന് നേതൃത്വം സുബ്ബയ്യ റേയോട് നിർദ്ദേശിച്ചു. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാളെ ഉച്ചയോടെ കാസർഗോഡ് എത്തും. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകുമെന്ന് ഉണ്ണിത്താൻ. ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്. സുബ്ബറായി അവിടെ സീറ്റ് മോഹിച്ചിരുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ചില ആളുകൾ അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരുന്നു. സ്വാഭാവികമായി പ്രതീക്ഷിച്ച ഒരെണ്ണം കൈവിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു നിരാശ, ആ നിരാശയിൽ നിന്നൊരു പ്രതികരണമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായതോടെ വരും ദിവസങ്ങളിൽ പ്രചരണം സജീവമാക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. ന്യൂസ് 18 കാസർഗോഡ്. കോൺഗ്രസിൽ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലാപമാണ് നടക്കുന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നേതൃത്വമില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ്. BJPയിലേക്ക് ആളെ ചേർക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് മാറി. കൈപ്പത്തി കിട്ടാത്തതുകൊണ്ടാണ് PJ ജോസഫ് ഇപ്പോൾ ഉരുണ്ടു കളിക്കുന്നത്. ജോസഫിന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന എല്ലാ മതിപ്പും പോയെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയമായും സംഘടനാപരമായും UDF തകർച്ചയെ നേരിടുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം. കൂടുതൽ ആളുകളെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് AICC ആഫീസും KPCC ആഫീസും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജയിക്കാൻ വേണ്ടി ഒരു സീറ്റിലും കേരളത്തിൽ BJPയിൽ ഒരാളും സീറ്റ് ചോദിക്കുന്നില്ല. അവർക്ക് തൽക്കാലം ഒരു പൈസ കിട്ടും. ആ പൈസക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാകണമെന്നുള്ളത് മാത്രമേ BJPയിലുള്ള പ്രശ്നത്തിന് അടിസ്ഥാനമായിട്ടുള്ളൂ. ജയിക്കാൻ വേണ്ടി ആരും സീറ്റ് ചോദിക്കുന്നില്ല BJP. കോൺഗ്രസ് രംഗത്തുള്ള എതിർപ്പ് കാരണം ആണ് അദ്ദേഹം മത്സരിക്കാതായത്. അല്ലെങ്കിൽ ജോസഫ് കൈപ്പത്തി ചിഹ്നത്തിലും മത്സരിക്കാൻ തയ്യാറായിരുന്നു. ഇപ്പോഴും സീറ്റ് കിട്ടാതെ വന്നതുകൊണ്ട് ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് തടിതപ്പാനാണ് ജോസഫ് ശ്രമിക്കുന്നത്. ഏതായാലും ജോസഫിനെ കുറിച്ചുള്ള കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെടുത്തി എന്നതാണ് ജോസഫിന് സംഭവിച്ചിട്ടുള്ള കാര്യം. വടകരയിൽ RMP UDFനെ പിന്തുണയ്ക്കും. P ജയരാജന്റെ തോൽവി ഉറപ്പാക്കാൻ എന്നാണ് RMPയുടെ ന്യായീകരണം. എന്നാൽ CPMന്റെ ബലവൽക്കരണത്തിനെതിരെ എന്ന പേരിൽ രൂപീകരിച്ച RMP UDFന് വോട്ട് കൊടുക്കുന്നതിനെ വിമർശിക്കുകയാണ് CPM നേതാക്കൾ. കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്ത് CPMൽ നിന്ന് പിണങ്ങി മാറിയവർ RMP രൂപീകരിച്ചത് സമീപകാല ഇടതു ചരിത്രത്തിലെ പ്രധാന രാഷ്ട്രീയ സംഭവമാണ്. പിണറായി വിജയനും VSും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ VSനൊപ്പം നിന്നവരാണ് ഒരു ഘട്ടത്തിൽ TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. CPM ഇടതു മൂല്യങ്ങൾ കൈവിടുന്നു എന്നതായിരുന്നു അവരുടെ പ്രധാന വിമർശന വിഷയം. ഒഞ്ചിയം മേഖലയിൽ CPMനെ പിടിച്ചുകുലുക്കാൻ അന്ന് RMPക്ക് സാധിച്ചു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TP സ്വതന്ത്രനായി മത്സരിച്ച് 22,000-ഓളം വോട്ടുകൾ നേടി. 2012 TP കൊല്ലപ്പെട്ടതോടെ RMPക്കും CPMനും ഇടയിലെ ശത്രുത ഇനി ചേരുക സാധ്യമല്ലാത്ത വിധം വർദ്ധിച്ചു. പിന്നീട് ഈ ദിവസം വരെയും CPMനോടുള്ള ശത്രുതയായിരുന്നു RMPയുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം. ആ ശത്രുത തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിലപാടിനും അടിസ്ഥാനമെന്ന് അവർ വ്യക്തമാക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ സഹകരണത്തിനൊടുവിലാണ് പരസ്യമായി നിരുപാധികം കോൺഗ്രസിന് ഇപ്പോൾ കൈകൊടുക്കാൻ RMP നിശ്ചയിച്ചിരിക്കുന്നത്. UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ഇപ്പുറത്ത് ജയരാജനാണ് എന്നതുകൊണ്ടാണ്, ഒരു കൊലയാളിയാണ് എന്നതുകൊണ്ടാണ്. അതുമാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള അജണ്ട. ജയരാജനെ തോൽപ്പിക്കുക, അല്ലാതെ അത് UDFനോടുള്ള സമീപനത്തിന്റെ ഔദാര്യം കൊണ്ടല്ല, അവരോടുള്ള സമീപനം മാറിയതുകൊണ്ടല്ല. P ജയരാജനെ തോൽപ്പിക്കാൻ എന്ന ന്യായം പറയാമെങ്കിലും സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വിമർശനത്തിന് ഇടയാക്കുന്ന നിലപാടാണ് RMPയുടേത്. CPMന്റെ വലതുപക്ഷവൽക്കരണത്തിനെതിരെ രൂപീകരിച്ച പാർട്ടിക്ക് വലതുമുന്നണിയോട് എങ്ങനെ ഐക്യപ്പെടാൻ സാധിക്കും എന്ന ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നുവരും. 2009 UDF പിന്തുണ വാഗ്ദാനം പോലും തള്ളിക്കളഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിച്ചയാളായിരുന്നു സ്ഥാപക നേതാവായ ചന്ദ്രശേഖരൻ. അദ്ദേഹം കൊല്ലപ്പെട്ട ശേഷവും RMP മത്സരിച്ചത് ഒറ്റയ്ക്ക് തന്നെ. എന്നാൽ പരസ്യമായല്ലെങ്കിലും നേരത്തെ തന്നെ RMP കോൺഗ്രസുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന് പലപ്പോഴും CPM ആരോപിച്ചിരുന്നു. 2014 17,229 വോട്ടിലൊതുങ്ങി RMPയുടെ പ്രകടനം. മുല്ലപ്പള്ളിക്ക് വോട്ടുമറിച്ചെന്ന ആക്ഷേപം അന്നുയർന്നു. 2016 വടകര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം
കെ രമയ്ക്ക് 20,000-ഓളം വോട്ട് കിട്ടിയപ്പോഴാണ് ഈ ആരോപണം വീണ്ടും സജീവമായത്. ഒഞ്ചിയം മേഖലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഈ സഹകരണം സജീവമാണ്. ഇതിനിടയിലാണ് കോൺഗ്രസിന് നിരുപാധിക പിന്തുണ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസിന്റെ ബി ടീമാണ് RMP എന്ന ആരോപണം CPM വടകരയിൽ കുറെ കൂടി ശക്തമാക്കും. RMP UDFന്റെ ഒരു ബി ടീം തന്നെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും RMP UDFനെയാണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ RMP UDFന് എതിരായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാലേ വാർത്തയാവും. UDFന് അനുകൂലമാണ് RMP എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയല്ല, എതിരാണെന്ന് പറഞ്ഞാൽ ഒരു വാർത്തയായിരിക്കും. അപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമേ അല്ല. UDFനൊപ്പം ചേർന്ന RMPയുടെ പിന്തുണ വടകരയിൽ ഏത് രീതിയിൽ ബാധിക്കും? ഫലം കാത്തിരുന്നു തന്നെ കാണണം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് മേൽ മത്സരിക്കാൻ സമ്മർദ്ദമേറി. അമിത്ഷായുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തുഷാർ നിലപാട് അറിയിക്കും. BJP സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ നിർണായക ചർച്ച ഡൽഹിയിൽ തുടരുകയാണ്. MT രമേശും ശോഭാ സുരേന്ദ്രനും മത്സരിച്ചേക്കില്ല. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്ന അനിശ്ചിതത്വമാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിക്കുന്നത്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ തുഷാർ നിലപാട് അറിയിക്കും. തുഷാർ പിന്മാറിയാൽ മത്സരിക്കില്ലെന്ന് BDJSന്റെ മറ്റ് 4 സ്ഥാനാർത്ഥികൾ അറിയിച്ചത് സമ്മർദ്ദമേറ്റിയിട്ടുണ്ട്. തൃശൂരിൽ തുഷാർ മത്സരിച്ചാൽ PS ശ്രീധരൻപിള്ളയോ K സുരേന്ദ്രനോ പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടും. പാലക്കാടില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. MT രമേശും മത്സരിച്ചേക്കില്ല. രമേശിന് ഉയർന്ന സംഘടനാ ചുമതല നൽകിയേക്കും. ആറ്റിങ്ങലിൽ PK കൃഷ്ണദാസും ആലപ്പുഴയിൽ KS രാധാകൃഷ്ണനുമാണ് പരിഗണനയിൽ. എറണാകുളത്ത് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും വ്യക്തമാക്കി. ഞാൻ എറണാകുളത്ത് നിൽക്കില്ല, 100%. എനിക്ക് എന്റെ മണ്ഡലമല്ലേ ഉള്ളത്. എനിക്ക് എന്റെ മണ്ഡലം കിട്ടിയാൽ ഞാൻ മത്സരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് KP ശ്രീശൻ, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് VK പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിക്കും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിനെ സന്ദർശിച്ചു. തൊടുപുഴയിലെ ജോസഫിന്റെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. തർക്കത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം താളം തെറ്റിയ കോട്ടയത്ത് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള ജോസഫ് വിഭാഗം നേതാക്കളെ അണിനിരത്തി UDF ജില്ലാ നേതൃസംഗമവും ചേർന്നു. PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കം കോട്ടയത്ത് UDF ക്യാമ്പിൽ വൻ പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. പ്രചരണത്തിൽ ചാഴിക്കാടൻ ഒറ്റയ്ക്കായിരുന്നു. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ആമർശമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ UDF നീക്കം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായാണ് PJ ജോസഫിനെ ചാഴിക്കാടൻ വീട്ടിലെത്തി സന്ദർശിച്ചത്. ചാഴിക്കാടനായി കോട്ടയത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പ്രചരണത്തിനെത്താമെന്ന് ജോസഫ് സ്ഥാനാർത്ഥിക്ക് ഉറപ്പു നൽകി. തന്റെ കൂടെയുള്ളവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും ജോസഫ് നിർദ്ദേശിച്ചു. കേരള കോൺഗ്രസിലെ മഞ്ഞുരുകിയതായും ജോസഫ് പിന്തുണ നൽകിയെന്നും തോമസ് ചാഴിക്കാടനും പറഞ്ഞു. മഞ്ഞുരുകി എന്ന് മാത്രമല്ല, പൂർണ്ണമായ യോജിപ്പോടുകൂടി ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജോസഫ് വിഭാഗം നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് കോട്ടയത്ത് ജില്ലാ നേതൃയോഗം ചേർന്നു. തർക്കങ്ങൾക്ക് മധ്യസ്ഥനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഈ മാസം 20-ന് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ചേരും. തർക്കങ്ങളെ തുടർന്നുണ്ടാകുന്ന അടിയൊഴുക്കുകൾ തടയാനുള്ള നീക്കങ്ങൾ UDF ക്യാമ്പിൽ സജീവമാണ്. പ്രചരണത്തിനായി ജോസഫ് എത്തിയാലും രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ അമർഷം പ്രതിരോധിക്കാൻ ആകുമോ എന്നതാണ് അറിയാനുള്ളത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവനും NDA സ്ഥാനാർത്ഥി PC തോമസും പ്രചരണത്തിൽ നേരത്തെ തന്നെ സജീവമായത് UDF ക്യാമ്പിനെ അലട്ടുന്നുണ്ട്. ന്യൂസ് 18 കോട്ടയം. തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാവുന്നവരെയൊക്കെ പിന്തുണയ്ക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ജനാധിപത്യപരമായ സർക്കാർ വരണമെന്നാണ് സഭയുടെ താൽപര്യമെന്നും ആലഞ്ചേരി പറഞ്ഞു. ഇലക്ഷൻ ഭംഗിയായിട്ട് നടന്ന് നമ്മുടെ ശക്തമായ ഒരു സർക്കാർ നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു പിന്തുണയില്ല. എല്ലാം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്ക് പിന്തുണയ്ക്കാവുന്നവരെ എല്ലാം പിന്തുണയ്ക്കും. ട്വിറ്റർ പേജുകളിൽ പേരിനൊപ്പം ചൌക്കിദാർ എന്ന് കൂടി ചേർത്ത് പ്രധാനമന്ത്രിയും BJP നേതാക്കളും മേ ഭി ചൌക്കിദാർ അഥവാ ഞാനും കാവൽക്കാരനാണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് അമിത്ഷായും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ പേരിനൊപ്പം ചൌക്കിദാർ എന്ന് ചേർത്തത്. मुझे चौकीदार बनाइए, चौकीदार
मैं हिंदुस्तान की तिजोरी पर कोई पंजा नहीं पड़ने दूंगा। पहले अच्छे दिन आएंगे, अब चौकीदार अब ये कैसे हुआ? 4 साल में अच्छे दिन आएंगे से हम चौकीदार चोर में कैसे पहुंचे? ചൗക്കിദാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. മേം ഭി ചൗക്കിദാർ ക്യാമ്പയിന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തുടക്കമിട്ടു. പിന്നാലെ വന്ന ബിജെപിയുടെ പ്രചരണ ഗാനവും ചൗക്കിദാറിലാണ് തുടങ്ങുന്നത്. आप आश्वस्त रहिए, आपका ये चौकीदार पूरी तरह से चौकन्ना है. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി നേതാക്കളുമാകെ പേരിനൊപ്പം ചൗക്കിദാർ എന്ന് ചേർത്തിരിക്കുകയാണ്. മേം ഭി ചൗക്കിദാർ ക്യാമ്പയിന്റെ ഭാഗമായാണ് ട്വിറ്ററിലെ പുതിയ നീക്കവും. അമിത്ഷായും കേന്ദ്രമന്ത്രിമാരുമെല്ലാം പേര് ഇത്തരത്തിൽ മാറ്റിക്കഴിഞ്ഞു. രാജ്യത്താകെ ബിജെപി പ്രവർത്തകർ അവരുടെ നവമാധ്യമങ്ങളിലെ പേര് സമാനമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാവൽക്കാരനിൽ ഊന്നിയുള്ള കോൺഗ്രസ് ആക്രമണത്തെ അതേ വാക്കിലൂന്നി നേരിടാനാണ് ബിജെപി തീരുമാനം. ചൗക്കിദാർ ഫിർസെ എന്ന പേരിലുള്ള ഹാഷ്ടാഗും ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണ്. ഏറെക്കാലത്തിന് ശേഷമാണ് ട്വിറ്ററിൽ ബിജെപി മുന്നേറ്റമുണ്ടാക്കുന്നത്. എന്തായാലും പുതിയ ചൗക്കിദാർ തർക്കത്തിൽ കോൺഗ്രസ് എങ്ങനെ തിരിച്ചടിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ട്വിറ്ററിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മികച്ച തുടക്കമാണ് ബിജെപി അപ്രതീക്ഷിത നീക്കത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കാവൽക്കാരൻ കള്ളനാണെന്ന് ബിജെപി വക്താവ് സാംബിത് പാത്രയും പറഞ്ഞോ? സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ ചിത്രത്തിന് പിന്നിൽ എന്താണ്? ചൗക്കിദാർ ചോർഹെ, കാവൽക്കാരൻ കള്ളനാണെന്നത് കോൺഗ്രസ് മുദ്രാവാക്യമാണ്. ചാനൽ ചർച്ചകളിലെ ബിജെപി മുഖം സംബിത് പാത്ര ഇങ്ങനെ എഴുതിയ പോസ്റ്റർ ഒട്ടിച്ചു. നവമാധ്യമങ്ങളിൽ വൈറലാകുന്ന വ്യാജ ചിത്രമാണിത്. ആയിരക്കണക്കിന് പേരാണ് മോഡിയുടെ വിശ്വസ്തൻ തന്നെ അദ്ദേഹത്തെ കള്ളനെന്ന് വിളിച്ചു എന്ന തലക്കെട്ടിൽ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത്. ബിജെപി ക്യാമ്പയിന്റെ ഭാഗമായി വീട്ടിലൊട്ടിച്ചൊരു പോസ്റ്ററാണ് എഡിറ്റ് ചെയ്ത് ഇങ്ങനെയാക്കിയത്. 1 മാസം മുൻപ് പാത്ര തന്നെ ട്വിറ്ററിലിട്ട ചിത്രമാണിത്. പോസ്റ്ററിലെ വീണ്ടും വരണം മോഡി എന്ന ക്യാപ്ഷൻ എഡിറ്റ് ചെയ്ത് മാറ്റി ചൗക്കിദാർ ഹി ചോർഹെ എന്നാക്കി മാറ്റുകയായിരുന്നു. എന്തായാലും ഈ വ്യാജ ചിത്രം ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പശ്ചിമബംഗാളിൽ CPM കോൺഗ്രസ് സഖ്യമില്ല. സംസ്ഥാനത്തെ 42 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടികയുമായി PCC അധ്യക്ഷൻ സോമൻ മിത്ര ഡൽഹിയിലെത്തും. CPM ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസ് ബംഗാൾ ഘടകത്തെ ചൊടിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസിനെ അതിജീവിക്കാൻ CPMന്റെ 2ഉം കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിൽ പരസ്പരം മത്സരിക്കില്ലെന്ന് ഇരു പാർട്ടി നേതൃത്വങ്ങളും ധാരണയിൽ എത്തിയിരുന്നു. എന്നാൽ ശക്തികേന്ദ്രമായ റായ്ഗഞ്ചിൽ പാർട്ടി മത്സരിക്കാത്തത് കോൺഗ്രസിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഇതിന് പിന്നാലെ 25 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരുന്ന പുരുളിയ, ബാസുക്കട്ട് മണ്ഡലങ്ങൾ CPM ഘടകകക്ഷികൾക്ക് നൽകുകയും ചെയ്തു. CPMന്റേത് മര്യാദയില്ലാത്ത നടപടിയാണെന്നാണ് ബംഗാൾ PCCയുടെ നിലപാട്. CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. CPMന്റെ സിറ്റിംഗ് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടികയുമായി PCC അധ്യക്ഷൻ സോമൻ മിത്ര ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് 18, ഡൽഹി. ഉത്തർപ്രദേശിൽ 7 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. മുലായം സിംഗ് യാദവ് മത്സരിക്കുന്ന മെയിൻപുരി, ഡിംപിൾ യാദവ് മത്സരിക്കുന്ന കനൌജ് എന്നിവയ്ക്ക് പുറമെ BSP അധ്യക്ഷ മായാവതിയും RLD നേതാക്കളായ അജിത് സിംഗും ജയന്ത് ചൌധരിയും മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല. ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ രാജ് ബബ്ബാറാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്ന റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ SP-BSP സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ സഹോദരനും മുൻ MPയുമായ വിവേകാനന്ദയുടെ കൊലപാതകം ആന്ധ്ര രാഷ്ട്രീയത്തെ കലുഷിതമാക്കുന്നു. കൊലപാതകത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് പങ്കുണ്ടെന്നാരോപിച്ച ജഗൻമോഹൻ റെഡ്ഡിയുടെ ആവശ്യം CBI അന്വേഷണമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ വിവേകാനന്ദ റെഡ്ഡിയുടെ കൊലപാതകവും ആരോപണ പ്രത്യാരോപണങ്ങളും ആന്ധ്ര രാഷ്ട്രീയത്തിൽ നിർണായകമാകും. 4 തവണ MPയും MLAയുമായ വിവേകാനന്ദ റെഡ്ഡിയുടെ മരണമാണ് ഇപ്പോൾ ആന്ധ്ര രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം. വീട്ടിലെ കുളിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വിവേകാനന്ദയുടെ മരണത്തിന് പിന്നിൽ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന് പങ്കുണ്ടെന്നാണ് YSR കോൺഗ്രസിന്റെ ആരോപണം.
TDP നേതാക്കളുടെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം വേണമെന്നാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ആവശ്യം. If Chandrababu Naidu has got nothing to hide, then why is he not posting this case to the CBI, to any third party agency who do not report to Chandrababu Naidu or to his DGP or to his additional DG intelligence? Any officers, any third party who do not report to these people, only then justice would come, only then justice would prevail. എന്നാൽ വിവേകാനന്ദ റെഡ്ഡിയുടെ ബന്ധുക്കൾ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലുള്ളതെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികരണം. മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ സാഹചര്യ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ഇതിന് തെളിവാണെന്നും ചന്ദ്രബാബു നായിഡു ചൂണ്ടിക്കാട്ടി. కడాన కుటుంబ సభ్యుడు చనిపోయిన మానవత్వం లేకుండా సాక్ష్యాలు కూడా లేకుండా చేయాలనుకోవడం చాలా దుర్మార్గం. చాలా బాధేస్తుంది. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കുന്ന ആന്ധ്രയിൽ തെലുങ്കുദേശം പാർട്ടിക്കെതിരെ YSR കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. പ്രചാരണ ചൂടിൽ പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ കോട്ടക്കൽ മണ്ഡല പര്യടനത്തിനിടെ കാടാമ്പുഴ ക്ഷേത്രം സന്ദർശിച്ചു. SDPI കൂടിക്കാഴ്ച വിവാദം അവസാനിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടക്കൽ മണ്ഡല പര്യടനത്തിനിടെയാണ് ET മുഹമ്മദ് ബഷീർ കാടാമ്പുഴ ക്ഷേത്രത്തിലെത്തിയത്. ഭക്തർക്കും ദേവസ്വം ജീവനക്കാർക്കുമൊപ്പം അല്പസമയം. ശബരിമല തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കില്ലെന്ന് ET പറഞ്ഞു. അന്ന് ചർച്ച ചെയ്തത് ഭരണഘടന ഉറപ്പു നൽകിയ ആരാധനാ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് സംസാരിച്ചത്. അതിലെ പൊളിറ്റിക്സ് അല്ല ഞങ്ങൾ പറഞ്ഞത്. ഏത് മതവിശ്വാസിക്കും അവരുടെ മത വിശ്വാസപ്രകാരം വിശ്വസിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം. അതിലുള്ള ഏതെങ്കിലും വിധ ഇൻ്റർഫിയറൻസ്, അത് പൊളിറ്റിക്കലാവട്ടെ മറ്റ് ജുഡീഷ്യറിയുടെ ഭാഗത്താവട്ടെ, ഭരണഘടനയുടെ 25-ാം വകുപ്പിൻ്റെ ആത്മാവിനെതിരാണ് എന്നാണ് ഞങ്ങൾ എടുത്തുള്ള സമീപനം. ഞങ്ങളിപ്പോൾ അതിൻ്റെ മറ്റ് ചർച്ചാ ഇതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടല്ലോ. SDPI കൂടിക്കാഴ്ച വിവാദം അവസാനിച്ചു. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിചാരിതമായൊരു സംസാരമാണ്, അവിടെ എത്തിപ്പെട്ടതാണ്. അതിൻ്റെ കാര്യം ഞങ്ങളങ്ങ് ക്ലോസ് ചെയ്തു. അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാക്കാൻ മറ്റൊരു ശ്രമിക്കുകയായിരിക്കാം. പക്ഷേ ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ ക്ലിയറായിട്ടുള്ള എന്താണ് സംഭവിച്ചത് ക്ലിയറായിട്ടുള്ള സ്റ്റാൻഡ് പറഞ്ഞു. അത് ഇറലവൻ്റ് ആണ്. പൊന്നാനിയിലെ UDF കൺവെൻഷന് മുമ്പ് തന്നെ മണ്ഡലത്തിൽ പ്രചാരണം സജീവമാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ET മുഹമ്മദ് ബഷീർ. 2009 ഭൂരിപക്ഷത്തേക്കാൾ മികച്ച നേട്ടം കൈവരിക്കാനാകുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 മലപ്പുറം. വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാകുന്നു.